നമ്മൾ ഇന്ന് ഒരു കടയിലുള്ള ഫുൾ സാധനം അങ്ങ് മേടിക്കാൻ പോവാണ്. അതും ഒരു കടയിലെ ഗൈസ്. നമ്മളെ കൊണ്ട് എത്രത്തോളം കട മേടിക്കാൻ പറ്റുമോ അത്രയും നമ്മൾ അങ്ങ് മേടിക്കും ഗൈസ്. ചില കടയിലൊന്നും സാധനങ്ങളൊന്നും വിറ്റ് പോകത്തില്ല. ചില അമ്മച്ചിമാർ വിൽക്കും, അപ്പച്ചന്മാർ വിൽക്കും. കുഞ്ഞു കടകളായിരിക്കും, പക്ഷെ അവർക്ക് കുറച്ച് സാധനങ്ങൾ വിറ്റ് പോകുള്ളൂ. അവർക്ക് വലിയ ലാഭം ഉണ്ടാകത്തില്ല. നമുക്ക് ആ കട ഫോക്കസ് ചെയ്തിട്ട് അവിടെ നിന്ന് മേടിക്കാം ഗൈസ്. അപ്പോൾ അവർക്ക് സന്തോഷം, നമുക്ക് സന്തോഷം, നിങ്ങൾക്ക് സന്തോഷമാകും. വെള്ളം കച്ചവടമൊക്കെ എങ്ങനെ പോകുന്നപ്പോ? കുറവാണ്. ഒരു ദിവസം എത്ര കിട്ടുമായിരിക്കും? അപ്പൊ ഭയങ്കര കുറവല്ലേ? വെറുതെ ഇരിക്കുന്നു, ആരും ഒന്നും മേടിക്കുന്നില്ല അല്ലേ? സാധനം അത്രയും മേടിക്കട്ടെ. വിശ്വാസം വരുന്നില്ല എല്ലാം മേടിക്കാന്നാണ്. അപ്പൊ തന്നെ ഭയങ്കര ആരും വരുന്നില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. ഇന്നത്തോടെ ആ സങ്കടം എല്ലാം മാറ്റി കൊടുക്കും. അപ്പൊ എല്ലാം ഞാൻ മേടിച്ചോളാം. ഇത് മൊത്തം എനിക്ക്, ഇത് മൊത്തം നീ എടുത്തു. മറ്റേ പെട്ടിക്കത് അപ്പൊ ഇതൊരു കവർ തരൂ, വലിയ കവർ. ഈ കവറുടെ കേട്ടോ. അപ്പൊ ഇതൊന്ന് വില ഇട്ട് തരുമോ എല്ലാത്തിന്? അപ്പൊ ഇപ്പോഴും വിശ്വാസമായില്ല. നമ്മളങ്ങനെ മുട്ടായി എല്ലാം എണ്ണമാണ്. ഒരു മുട്ടായി 2 രൂപ വെച്ച് എത്രയാണ്? ഒരു മുട്ടായി 2 രൂപ അപ്പച്ചാ. ഗൈസ് അങ്ങനെ വിക്സ് മുട്ടായി 88 എണ്ണം ഉണ്ട്. നമ്മൾ 88 വിക്സ് മുട്ടായി എടുത്ത് അടുത്ത മുട്ടായി എണ്ണ. ഇതൊക്കെയാണ് പണ്ടത്തെ നൊസ്റ്റാൾജി സാധനങ്ങൾ. പണ്ട് കഴിച്ചാണ് ഇതൊക്കെ. 4 ഇപ്പത്തെ 4 3 7 എന്നറിയാനേ. നമ്മൾ ഇന്ന് കാണുന്ന കടയെല്ലാം ഫിനിഷ് ചെയ്യാൻ പോകുന്നു. ഫുൾ സാധനം കടയിൽ അങ്ങ് മേടിക്കാൻ പോവാണ്. 201 202. ഓ ഫുള്ള് എടുക്കണ്ടേ? ഇതിലപ്പോ 202 മുട്ടായി. ഇനി നമ്മൾ ഇതെല്ലാം പാക്ക് ചെയ്തെടുക്കണം. നമ്മൾ ഫുൾ ഇവിടത്തെ ക്ലിയർ ചെയ്ത് പച്ച ഹാപ്പി, നമ്മള് ഹാപ്പി. ഇനി നമ്മുടെ കാറിനകത്ത് എല്ലാം പിടിച്ച് കയറ്റണം. നമ്മൾ ടോട്ടൽ എത്ര ആയെന്നാണ് കൂട്ടുന്നത്. ഇപ്പൊ പച്ച 280 അല്ലേ മൊത്തം ഗൈസ്? 1619 രൂപയായിരുന്നു. അപ്പച്ചന്റെ കട അങ്ങ് ഫുള്ള് മേടിച്ച്. ഹാപ്പി ആയോ? സന്തോഷമായോ? അപ്പച്ചന് നാണം വരുന്നു. അപ്പച്ചൻ ചിരിക്കുന്നില്ല. അപ്പച്ചൻ ചിരിക്കുന്നില്ല. വേണ്ട അപ്പച്ചൻ ചിരിക്കും. അതപ്പച്ചൻ ചിരിക്കും. അതപ്പച്ചൻ ചിരിക്കും. ഞങ്ങളുടെ ഒരു സന്തോഷത്തിൽ ഞങ്ങൾ ഇതൊരു പോകുമ്പോൾ മുട്ടായൊക്കെ വാങ്ങിക്കാം ഫ്രീ ആയിട്ടിന്. ബാക്കി പൈസ പറ്റ്. കടയിൽ എല്ലാ സാധനം വാങ്ങിച്ചു വയ്ക്കണം. ഞങ്ങൾ അടുത്ത പ്രാവശ്യം ഇനിയും വരും, വീണ്ടും വരും. ഞങ്ങൾ ഇനി എത്ര തവണ സാധനം മേടിച്ചേക്കും അതെല്ലാം നമ്മളൊന്ന് തീർക്കും. ഓക്കെ ഓക്കെ ടാറ്റാ. നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കയറി. ചായ കുടിക്കേണ്ട അവിടെ നല്ല പലഹാരങ്ങളുണ്ട്. അതിലൂടെ തീർക്കാം. ചൂട് വാഴക്കാപ്പം, നല്ല വാഴക്കാപ്പം, പഴുത്ത പഴം. മച്ചി 15 കടിയാ? 180 ഒരു 15 കടി ഇടാൻ പറ്റും. അത്ര എടുത്താൽ മതി മൊത്തം. എത്രയാ അമ്മച്ചി? കണ്ട നമ്മൾ എന്ത് ലക്കിയാണ്. ഇപ്പോഴാണ് റിയാലിറ്റി എന്താണെന്ന് അറിയുന്നത്. ഇപ്പോഴും മറ്റേ ആ വയസ്സായ അമ്മച്ചിമാരെ അപ്പന്മാരെ കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്. ഞാൻ ഇതുവരെ കണ്ടില്ല കേട്ടോ നമ്മുടെ നാട്ടിൽ അവർ ഇത്രയും കഷ്ടപ്പെട്ട് ജീവിക്കുന്നത്. ഇപ്പൊ അവരെന്തായാലും ചെറിയ പെട്ടിക്കടയിട്ട് നടത്തുവാണെങ്കിൽ നിങ്ങൾക്ക് പൈസ കൊടുത്ത് സഹായിക്കാൻ പറ്റിയില്ലെങ്കിൽ അവിടെ സാധനങ്ങൾ എന്തെങ്കിലും മേടിച്ചെങ്കിൽ സഹായിക്കണം. നമുക്ക് സത്യം പറഞ്ഞാൽ അത്ര പലഹാരത്തിന്റെ ആവശ്യമില്ല, പക്ഷെ നമ്മൾ എന്നാലും മേടിച്ചു. ആ സാധനം ഉണ്ടാക്കിയിട്ട് അമ്മാമയ്ക്ക് നേരത്തെ വീട്ടിൽ പോകാമല്ലോ. അത് ശരിയാണ്. പക്ഷെ അത്രയും വിറ്റ് നിറയെ സമയം നിൽക്കണ്ട. ഇപ്പൊ ഉണ്ടാക്കിയ സാധനം അത്രയും നമ്മൾ മേടിച്ചു. അടുത്ത് പറഞ്ഞ കുറച്ച് പേർക്ക് ചായ ഇട്ട് കൊടുത്തിട്ട് അമ്മച്ചി നേരത്തെ വീട്ടിൽ പോകും. ആ നല്ല കാര്യം. പിന്നെ ആദ്യം പോയ കടയില് ഫുള്ള് കൊതുക്. ആ അപ്പച്ചൻ അവിടെ ഇങ്ങനെ നിൽക്കുന്നത് എന്തോ കുറച്ചുനേരം അവരുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടാണ് അവരവരിങ്ങനെ കുറച്ചുനേരം അവിടെ വെയിലത്ത് നിന്നപ്പോ എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല. അടുത്ത് നമ്മൾ
സ്ഥലത്ത് പോകണമെന്ന് അതില്ലേ ഏതെങ്കിലും കടയിൽ ഭയങ്കര ആ കടയിൽ വിറ്റ് പോകാത്ത നമുക്ക് ഇവിടെ നിന്ന് തോന്നുമല്ലോ, ഫീൽ ആവുമല്ലോ സാധനങ്ങൾ വിറ്റ് പോകത്തില്ല എന്ന്. ഞങ്ങൾ കൊറേ നേരമായിട്ട് ആ കടയിൽ നോക്കുന്ന ആരും. നമ്മളൊരു 10 മിനിറ്റ് അവിടെ നോക്കാം. ആരെങ്കിലും ഒരാൾ സാധനം മേടിക്കണമെങ്കിൽ നമുക്ക് നോക്കാം. ആര് മേടിക്കുന്നില്ലെങ്കിൽ നമുക്ക് തന്നെ പോയി മേടിക്കാം. നമുക്ക് ആ കട എന്തായാലും ആ ചേച്ചി ഇത്ര വെയിലത്ത് അവിടെ കഷ്ടപ്പെട്ട് നിക്കുന്നതല്ലേ, നമുക്ക് ആ കട അങ്ങ് കളിയാക്കാം. നമ്മള് കൊറേ നേരമായിട്ട് നോക്കിണ്ടിരിക്കുന്ന ആ കടയിൽ ആരും പോകുന്നില്ല ഗൈസ്. പൈസ നമുക്ക് പോയി സാധനം മേടിക്കാം. ഒരു കിലോ എത്ര ആൻറ്റി? ഇത് എത്ര ഒരു കിലോ? 80. ഇത് എത്ര എടുത്ത് വെച്ച്? അല്ല ഇത് മൊത്തം എടുത്തു. ചേച്ചിനെ കളിയാക്കിയതാണോ? മാക്സിന് പണ്ട് ഇച്ചിരി കാലണ്ടഡ് പോയാ 500 ആയിരിക്കും. ആ ചേച്ചി കളിയാക്കുകയാണ്. ആ ചേച്ചി ഫസ്റ്റ് വിശ്വസിച്ചില്ല. അതിന് കേസ് മൊത്തം എടുക്കാൻ പറഞ്ഞപ്പോ ചേച്ചി വിചാരിച്ച് കളിയാക്കുവാണെന്ന്. ആ ഒരു മൈൻഡല്ലേ നമ്മൾ പോയി എടുത്തത്. ആ ചേച്ചിക്ക് ഹാപ്പിയായി, അത് മതി. ഗൈസ് കണ്ട ഗൈസ്, നമ്മളെല്ലാം അവിടെ നിന്ന് മേടിച്ചപ്പോ ആ ചേച്ചി സമാധാനത്തിൽ ഹാപ്പി ആയിട്ട് കടയെല്ലാം പൂട്ടിയിട്ട് വീട്ടിൽ പോകുന്നു. കണ്ട ഒരു 6 മണി 7 മണിക്ക് ചിലപ്പോ പൂട്ടാൻ പ്ലാൻ ചെയ്തതാണ്. നമ്മളെല്ലാം മേടിച്ചപ്പോ രാവിലെ തൊട്ട് ആ ചേച്ചി ഇങ്ങനെ നിക്കുന്നതായിരിക്കും. ചേച്ചിക്ക് ഇന്നത്തെ കച്ചവടം ആയപ്പോഴത്തേക്ക് ചേച്ചി കണ്ട വീട്ടിൽ പോകുന്ന നമുക്കൊരു ഹാപ്പിനെസ് കിട്ടുന്നല്ലേ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോ. സന്തോഷായി. പലഹാരമാണോ ഫുട്ബോൾ കളിക്കാന്ന്? മുട്ടാണോ? തനി മുട്ടാണോ? കൊണ്ടോ എന്തായാലും നമ്മളിത് കഴിക്കാൻ പോകുന്നില്ല. നമ്മൾ കുറച്ചേ കഴിക്കുള്ളൂ. അവന്മാരെ ആണെങ്കിൽ ഫുട്ബോൾ കളിച്ച് തളയുമ്പോ കഴിക്കുമല്ലോ അല്ലേ? നമ്മളത് ആക്ച്വലി പ്ലാൻ ചെയ്ത വീട്ടിനടുത്ത് കുറച്ച് പിള്ളേർ ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് കൊടുക്കാന്ന് വിചാരിച്ചു. അവർ തളർന്നിട്ട് കഴിക്കുമല്ലോ. പക്ഷെ അവിടെ നമ്മൾ വീട്ടിൽ പോകുന്നതായിരിക്കും ഇവരെ കണ്ട് ഇവർക്ക് കൊടുത്തു. വാവ വന്നേ. വാവയ്ക്ക് ആര്? നിങ്ങളൊക്കെ ഇങ്ങ നോക്ക്. നാരങ്ങ മുട്ടായി. എനിക്ക് ഇഷ്ടമാ. കല്ല് നോക്കട്ടെ, ഈ നോക്കട്ടെ. നമ്മൾ കുറച്ച് പഴമാണ് വാങ്ങിച്ചത്. കുഞ്ഞു പഴം കൂടെ അമ്മച്ചേ എടുത്തോ. നമ്മൾ ആ പഴക്കൊല അങ്ങ് ഫുള്ളായിട്ട് എടുക്കാൻ പോവാണ്. ഫുള്ളായിട്ട് എടുക്കാൻ പറ്റും. അമ്മച്ചി ഒരു വിലയിട്ടൊക്കെ തന്നാ മതി, കുഴപ്പമൊന്നുമില്ല. അമ്മച്ചി പറയുന്ന വില അത്രേ ഉള്ളൂ. എന്താണോ വേണോ? എടുക്കട്ടാ ഇതെല്ലാം എടുക്കട്ടാ. ഭാവിക്ക് വേണോന്ന്? അത് വേണോന്ന് പറഞ്ഞില്ല, മൊത്തം എടുക്കണം. എല്ലാം വേണം. 5 രൂപ വെച്ച് എണ്ണ എടുക്കട്ടാ. ഓക്കെ അമ്മ അതൊക്കെ എടുക്കും. ഞാൻ തരണം. 7, 11, 15, 18, 21. വണ്ടിക്കകത്ത് വയ്ക്കാം അമ്മച്ചി. 23, 25. അമ്മച്ചി 25 ബിങ്കോ. 25 × 5 ഫാസ്റ്റ് 5 × 5 125. അമ്മച്ചി ഈ കണ്ണാടി പെട്ടിക്കകത്തുള്ള എല്ലാം എടുക്കും. അമ്മച്ചി എടുക്കാം. എല്ലാം എടുത്തിട്ട് കണക്ക് കൂട്ടാം. അമ്മച്ചി ഇത് കൂടെ എടുക്ക്. എന്താണ് നിങ്ങളെ പ്രശ്നം? നമ്മള് മൊത്തം മേടിക്കണമെന്ന് പറഞ്ഞപ്പോ അമ്മച്ചി ഉള്ളത് തന്നെ എടുക്കുമോ മക്കളെ? ശ്രീകുമാരി എന്നും പറയും, സീത എന്നും
വിളിക്കും. ശ്രീകുമാരി. ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് അമ്മച്ചിയുടെ മോള് നമ്മുടെ വീഡിയോസ് ഒക്കെ കാണും. അമ്മച്ചി കാണുമോ ഞങ്ങളുടെ വീഡിയോസ്? സത്യം. ഞാൻ ഇവിടുന്ന് അടച്ചിട്ട് ഞാനും അവളും കൂടി ഇരുന്ന് കാണും. അമ്മയും മോളും എല്ലാവരും ഞങ്ങളുടെ സീരിയൽ എല്ലാം കാണും. അമ്മച്ചി ഞങ്ങളുടെ സീരിയൽ ഞാൻ എല്ലാം കാണും. ഇവിടെ ഇരുന്ന് ടി വി ഇവിടെ കേടായത് കൊണ്ട് ഞാൻ തന്നെ വിറ്റു. വിറ്റിട്ട് ഇപ്പോഴും വീടിനകത്തിടയേ നമ്മുടെ എല്ലാ വീഡിയോയും കാണും. സന്തോഷമായി. പിന്നെ അപ്പൊ ആനിക്ക് മാത്രമേ ഉള്ളൂ ഉമ്മയൊക്കെ. പിന്നെ ഞങ്ങൾക്ക് ഒരു കൊല പഴം. എന്താ ഇത്ര ദിവസം വന്നേ ഈ അമ്മച്ചാണ് നമ്മളോട് ഇത്ര നന്നായിട്ട് സംസാരിച്ചത്. അമ്മച്ചി പോയ സമയത്ത് ഉമ്മയൊക്കെ തന്നു. ഇനി വരാവേ. ഉച്ചയ്ക്ക് 2 കൊച്ചു മക്കളും ഉണ്ട്. 3 പേരുണ്ട്. അവരൊക്കെ അങ്ങ് ബഹറില് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടാ. ഹായ്. നിന്നെ പോലെ 2-3 എനിക്കുണ്ട്. വാ, നിങ്ങളെ പോലെ ഉള്ളവരെല്ലാരും ഉണ്ട്. മക്കളുകള് അമ്മച്ചി കാണാം. നോക്കാം. നമ്മളിങ്ങനെ നടന്നു വരുമ്പോ ഒരു ചേട്ടനെ കണ്ട, ആ ചേട്ടനെ നോക്ക് ലോട്ടറി വിൽക്കുന്നത്. ഇതിലിപ്പോ എത്ര ലോട്ടറി ഉണ്ടാവും ചേട്ടാ? എണ്ണി നോക്കാം. അടിക്കുമായിരിക്കല്ലേ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം എടുത്താ? ഒരെണ്ണെങ്കിലും അടിക്കൂ. ഏട്ടൻ പറയല്ലേ ആ സന്തോഷത്തില് എല്ലാം അങ്ങ് എടുക്കാം. എല്ലാം എടുക്കാം. 21 ഉണ്ട്. 50 രൂപയാണ്. 21 × 50 നീയല്ലേ കണക്കിൽ വീക്ക് 1000 ചേട്ടാ 2000 രൂപയുണ്ട് ചേട്ടാ. അത്ര ലോട്ടറി ഞങ്ങൾക്ക് തന്നെ. നിങ്ങളെ പറഞ്ഞ നമ്മളെ സഹായിക്കുന്നുണ്ടല്ലേ. നിങ്ങളെ ചേട്ടാ ഞങ്ങളുടെ വീഡിയോ കാണുന്നുണ്ടല്ലോ. അതാണ് ഞങ്ങളുടെ ഹാപ്പിനെസ്. ചേട്ടൻ ഇതിന്റെ പഴയ ചേട്ടൻ. താങ്ക്സ് അല്ലേ. ശരി. ഇങ്ങനെ ഒരു കാര്യം ചെയ്ത ഭയങ്കര ഹാപ്പി ആട്ടോ ഇന്നത്തെ ദിവസം ഫുള്ള്. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇത് എക്സ്പെരിമെന്റൽ ആയിട്ട് ചെയ്ത ഒരു വീഡിയോ ആണ്. നിങ്ങളില്ലേ ഗൈസ്, നിങ്ങളിങ്ങനെ എല്ലാ വലിയ കടയിൽ മേടിക്കാൻ ഇടയ്ക്കിടയ്ക്ക് പെട്ടിക്കടയിലൊക്കെ മേടിക്കുകയാണെങ്കിൽ അവർക്ക് ഹാപ്പി ആവും, അവർക്ക് ഇച്ചിരി കച്ചവടം കിട്ടും ഗൈസ്. പണ്ടൊക്കെ ഓർമ്മ നമ്മൾ കുഞ്ഞു പ്രായത്തിലൊക്കെ ഇതുപോലത്തെ കടകളിലായിരിക്കും സാധനങ്ങളൊക്കെ മേടിക്കാൻ. നമ്മൾ ഇന്ന് പോയത് നമ്മൾ കറക്റ്റ് ആയിട്ട് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന കടകളില്ലേ, അങ്ങനത്തെ കടയിൽ മാത്രമാണ് നമ്മൾ ഇന്ന് പോയത്. പക്ഷെ അതിന്ന് പോയത് ടോട്ടലി വെറുത്തായി. മെയിനായിട്ട് ആ ലോട്ടറി എടുത്ത ചേട്ടൻ നല്ല വെറുത്തായി ആ സാധനം. അതേട്ടൻ ഞങ്ങൾ തിരിച്ച് കാറിൽ പോകുമ്പോൾ ഞങ്ങൾ തിരിഞ്ഞൊക്കെ ചേട്ടൻ ചിരിച്ചിരിച്ചിട്ട് പോകുന്ന വണ്ടിയിൽ. അപ്പോൾ ഗൈസ് ഇതിന്റെ ലോട്ടറി റിസൾട്ട് നമ്മൾ എന്തായാലും നമ്മൾ നാളെ വലിയ നോക്കുന്നതായിരിക്കും. ഇതിൽ 21 ഉണ്ട്. ഇതിലൊരു 500 രൂപ അടിച്ചാലും 1000 അടിച്ചാലും ഇത് നമുക്ക് ആ ചേട്ടനെ തന്നെ കൊണ്ടു കൊടുക്കാം ഇല്ലേ. ഇതൊക്കെ ചെയ്തപ്പോ ഞങ്ങള് ഹാപ്പിയായി, അവര് ഹാപ്പിയായി.